വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂസ് ഓയിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രീതിക്ക് മാറ്റം വരുത്തുവാനായി ഉറച്ച ചുവടുവെപ്പുകളായി മുന്നോട്ട് പോവുകയാണ് നരേന്ദ്രമോദി സർക്കാർ. ആഗോള ഊർജ്ജ വിപണിയിൽ ഭാരതത്തെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ പരിഷ്കാരമാണ് ഇന്ധനരംഗത്തെ E20 വിപ്ലവം. 80% പെട്രോളും 20% എത്തനോളും കൃത്യമായ അനുപാതത്തിൽ ചേർത്താണ് ഭാരതത്തിന്റെ സ്വന്തം തദ്ദേശീയ ഇന്ധനമായ E20 നിർമ്മിക്കുന്നത്. വിദേശ എണ്ണക്കമ്പനികളുടെ കയ്യിലേക്ക് ഒഴുകുന്ന കോടിക്കണക്കിന് രൂപ രാജ്യത്തെ കർഷകരുടെ പോക്കറ്റിലേക്ക് എത്തിക്കുക എന്ന ദേശീയത ബോധ്യത്തിലൂന്നിയ വലിയൊരു സാമ്പത്തിക ശാസ്ത്രമാണ് ഇതിന് പിന്നിലുള്ളത്. രാജ്യത്തെ കരിമ്പ്, ചോളത്തിന്റെ അവശിഷ്ടങ്ങൾ, കേടായ ധാന്യങ്ങൾ തുടങ്ങിയ വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ബയോഫ്യൂവലാണ് എത്തനോൾ. കേന്ദ്ര സർക്കാരിന്റെ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ പദ്ധതിയുടെ ഭാഗമായി നിശ്ചിത സമയപരിധിക്കും മുൻപേ തന്നെ രാജ്യം വിജയകരമായി ഈ ലക്ഷ്യം കൈവരിക്കുകയും രാജ്യത്തെ പെട്രോൾ പമ്പുകളിലെല്ലാം E20 ഇന്ധനം പൂർണ്ണമായും ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന എണ്ണ ഇറക്കുമതി ചെലവ് ഗണ്യമായി കുറയ്ക്കുക, നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും അന്നദാതാക്കളായ കർഷകർക്കും പുതിയ വരുമാന മാർഗം സൃഷ്ടിക്കുക, രാജ്യത്തിന്റെ പണം രാജ്യത്ത് തന്നെ നിലനിർത്തുക എന്നിവയാണ് ഈ ദേശീയ നയത്തിലൂടെ നിതിൻ ഗഡ്കരി ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ എത്തനോൾ ഫാക്ടറികൾ രാജ്യവ്യാപകമായി വർദ്ധിക്കുകയും കാർഷിക മേഖലയിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഭാരതത്തെ ഒരു ആഗോള നിർമ്മാണ ഹബ്ബാക്കി മാറ്റുന്നതിനൊപ്പം പരിസ്ഥിതി സൗഹൃദമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും ഈ പദ്ധതി സഹായിക്കും. കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളൽ വൻതോതിൽ കുറയ്ക്കുന്നത് വഴി ആഗോള കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാകാൻ ഭാരതത്തിന് സാധിക്കും. കേവലം ഫോസിൽ ഇന്ധനങ്ങളെ മാത്രം ആശ്രയിക്കുന്ന കാലം കഴിഞ്ഞെന്നും വരും നാളുകളിൽ ഫ്ലെക്സ് ഫ്യൂവൽ, ബയോ എത്തനോൾ, ഇലക്ട്രിക് ഹൈഡ്രജൻ വാഹനങ്ങളിലേക്ക് രാജ്യം പൂർണ്ണമായി മാറുമെന്നും നിതിൻ ഗഡ്കരി വ്യക്തമാക്കുന്നുണ്ട്. ഇന്ധനരംഗത്തെ ഈ ചരിത്രപരമായ മാറ്റത്തോടൊപ്പം സോഷ്യൽ മീഡിയയിലും വാഹന ഗ്രൂപ്പുകളിലും വലിയൊരു മൈലേജ് വിവാദവും കുറച്ചുനാളായി പുകയുന്നുണ്ട്. E20 പെട്രോൾ അടിക്കുന്നത് വഴി വാഹനങ്ങളുടെ മൈലേജ് പകുതിയോളം കുറയുന്നുവെന്നും എൻജിൻ പെട്ടെന്ന് കേടാകുന്നുവെന്നുള്ള രീതിയിലാണ് ചില കോണുകളിൽ നിന്ന് തെറ്റായ പ്രചാരണങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഈ വിവാദങ്ങളുടെ സത്യാവസ്ഥ മറ്റൊന്നാണ്. എത്തനോളിന് പെട്രോളിനേക്കാൾ ഊർജ്ജ സാന്ദ്രത കുറവായതിനാൽ മൈലേജിൽ ചെറിയ വ്യത്യാസം സ്വാഭാവികമാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ 20-30% കുറവൊന്നും ഇതിലില്ല. അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യയിലും നടത്തിയ കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പരമാവധി 3 മുതൽ 6% വരെ മാത്രമേ മൈലേജിൽ കുറവുണ്ടാകൂ എന്നാണ്. അതായത് 20 കിലോമീറ്റർ മൈലേജ് തരുന്ന ഒരു കാറിന് കേവലം 1 കിലോമീറ്ററോളം മാത്രമാണ് വ്യത്യാസം വരിക. ഇത് സാധാരണ ഡ്രൈവിംഗിൽ പ്രായോഗികമായി തിരിച്ചറിയാൻ പോലും സാധിക്കാത്തത്ര ചെറുതാണ്. ഭാരതത്തിന്റെ ഈ വൻ കുതിച്ചുചാട്ടത്തിനും ഇന്ധന വിപ്ലവത്തിനും ഭംഗം വരുത്താൻ ചില നിക്ഷിപ്ത താൽപര്യക്കാരായ ശക്തികൾ ബോധപൂർവം വ്യാജവാർത്തകൾ പെരുപ്പിച്ച് കാട്ടുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്. വിദേശ ലോബികളുടെയും എണ്ണ ഇറക്കുമതിയിലൂടെ ലാഭം കൊയ്യുന്ന ഇടനിലക്കാരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ ഇന്ധന വിദ്വേഷം പടർത്തുന്നത്. പെട്രോളിൽ പശ കലരുന്നു, ടാങ്ക് ദ്രവിക്കുന്നു എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ രാജ്യത്തിന്റെ വികസനത്തെ തകർക്കാനുള്ള അജണ്ടകളുടെ ഭാഗമാണ്. ഈ കുപ്രചാരണങ്ങൾക്ക് തടയിട്ടുകൊണ്ട് രാജ്യത്തെ പ്രമുഖ കാർ നിർമ്മാതാക്കളുടെ കൂട്ടായ്മയായ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് പ്രതിനിധികളും മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര, ഹുണ്ടായി തുടങ്ങിയ കമ്പനികളുടെ മേധാവികളും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തി ജനങ്ങളുടെ ആശങ്കകൾ പൂർണ്ണമായും പരിഹരിച്ചു കഴിഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കാർ കമ്പനികൾ വ്യക്തമാക്കിയത് അനുസരിച്ച് 2023 ഏപ്രിൽ മാസത്തിന് ശേഷം ഭാരതത്തിൽ പുറത്തിറങ്ങിയ എല്ലാ ഒറിജിനൽ എക്യുപ്മെന്റ് വാഹനങ്ങളും E20 പെട്രോൾ 100% ഉൾക്കൊള്ളാൻ കഴിയുന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് എൻജിൻ, ഫ്യൂവൽ ലൈനുകൾ, ഹോസുകൾ എന്നിവ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വാഹനങ്ങളിൽ E20 അടിക്കുന്നതുകൊണ്ട് എൻജിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കില്ലെന്നും കമ്പനികൾ നൽകുന്ന വാറന്റിയോ ഇൻഷുറൻസിനെയോ ഇതൊരു തരത്തിലും ബാധിക്കില്ലെന്നും കാർ കമ്പനികൾ ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തി. എത്തനോളിന് ഉയർന്ന ഒക്ടെയ്ൻ റേറ്റിംഗ് ഉള്ളതിനാൽ പുതിയ തലമുറ വാഹനങ്ങളിൽ ഇത് എൻജിൻ നോക്കിംഗ് തടയുകയും കൂടുതൽ സ്മൂത്തായ പ്രകടനവും ദീർഘായുസ്സും സമ്മാനിക്കുകയും ചെയ്യും. കമ്പനികൾ സ്വന്തം ലബോറട്ടറികളിൽ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഓടിച്ച് ടെസ്റ്റ് ചെയ്ത ശേഷമാണ് ഈ വാഹനങ്ങൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ദേശീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തി വിഭാവനം ചെയ്ത ഈ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ വാഹന ഉടമകൾ ചില ലളിതമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. നിങ്ങളുടെ വാഹനം ഇതിന് അനുയോജ്യമാണോ എന്ന് ഉറപ്പുവരുത്താൻ ഫ്യൂവൽ ടാങ്ക് ക്യാപ്പിലെ സ്റ്റിക്കറോ യൂസേഴ്സ് മാനുവലോ പരിശോധിക്കാവുന്നതാണ്.
എത്തനോളിന് അന്തരീക്ഷത്തിലെ ഊർജം വലിച്ചെടുക്കാനുള്ള നേരിയ സ്വഭാവം ഉള്ളതിനാൽ വാഹനം ആഴ്ചകളോളം ഉപയോഗിക്കാതെ ദീർഘനാൾ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാഹനം സ്ഥിരമായി ഓടിക്കുകയും ഇന്ധന ടാങ്ക് പകുതിയിലധികം നിറച്ച് സൂക്ഷിക്കുകയും ചെയ്യുന്നത് വഴി ടാങ്കിനുള്ളിൽ വായുസഞ്ചാരവും ഈർപ്പവും ഉണ്ടാകുന്നത് പൂർണ്ണമായി തടയാം. പഴയ മോഡൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ കൃത്യമായ ഇടവേളകളിൽ സർവീസ് സെന്ററുകളിൽ കാണിച്ച് ഫ്യൂവൽ ലൈനുകളുടെ അവസ്ഥ പരിശോധിക്കുന്നത് നന്നായിരിക്കും. E20 പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഡീസലിൽ 15% ഐസോബ്യൂട്ടനോൾ ചേർക്കാനുള്ള അടുത്ത വൻപൻ പദ്ധതിയുടെ സാധ്യതകളും കേന്ദ്ര സർക്കാർ ഇപ്പോൾ സജീവമായി പരിശോധിച്ചു വരികയാണ്. ചുരുക്കത്തിൽ മോദി സർക്കാരിൻ്റെ വിപ്ലവകരമായ ഈ ബയോഫ്യൂവൽ നയം കേവലം ഒരു ഇന്ധനമാറ്റം മാത്രമല്ല, മറിച്ച് വരും തലമുറയ്ക്കായി ഭാരതത്തെ ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന ഒരു വിപ്ലവകരമായ ദേശീയ ദൗത്യമാണ്. കാർ കമ്പനികൾ ഉറപ്പു നൽകുന്നത് പോലെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ടു പോയാൽ സാധാരണക്കാർക്ക് യാതൊരുവിധ ആശങ്കയുമില്ലാതെ ഈ അഭിമാനകരമായ ഇന്ധന വിപ്ലവത്തിൻ്റെ ഭാഗമാകാനും ഭാരതത്തിൻ്റെ ഹരിതഭാവിക്കായി പങ്കാളികളാകാനും സാധിക്കും.